ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ തായ്ലാന്റ് യാത്രയുടെ ഫസ്റ്റ് ഡേയിലെ രാത്രി കാഴ്ചകളാണ് കേട്ടോ ഇന്ന് നിങ്ങൾ കാണാൻ പോണത്. രാവിലത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ട് ടൈഗർ ടോപ്പിയും അതുപോലെ തന്നെ ക്രൊക്കഡൈൽ ഷോയും എല്ലാം കഴിഞ്ഞിട്ട് വൈകിട്ടാണ് നമ്മൾ റൂമിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് ഇതാ ഫ്രഷ് ആയിട്ട് ഇനി നമ്മൾ നേരെ അടുത്ത ഷോ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. തായ്ലാന്റിൽ വന്നിട്ടുള്ള ഏതൊരാൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നത് ഇവിടുത്തെ നൈറ്റ് ലൈഫ് തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ആളുകളും റോഡുകളും എല്ലാം തന്നെ വളരെ ഡിസിപ്ലിൻ ആണെന്ന് നമുക്ക് മനസ്സിലാവും. എങ്ങനെയാണെന്നല്ലേ, ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഇത്രയും നേരമായിട്ട് ഒരു വണ്ടിയുടെ പോലും ഒരു ഹോൺ പോലും നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. മറിച്ച് നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ സിഗ്നലിൽ നിൽക്കുകയാണെങ്കിൽ പോലും അത്രമാത്രം ഹോണിന്റെ ബഹളം ഉണ്ടായിരിക്കും. അപ്പോഴാണ് നമ്മളെ ഗൈഡിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത്രയും എമർജൻസി സിറ്റുവേഷൻസിൽ മാത്രമാണ് ഇവിടെ ഹോണൊക്കെ യൂസ് ചെയ്യുള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെ ഗൈഡ് ഇല്ലാത്ത സമയത്ത് സ്വന്തം ഇഷ്ടപ്രകാരം കാഴ്ച കാണാൻ പോകുന്നവര് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. നമ്മളെ നാട്ടിലത്തെ പോലെ തൊട്ട് പിന്നിൽ എത്തിക്കഴിഞ്ഞാലും ഒരു കാരണവശാലും ഇവിടുത്തെ വണ്ടികൾ ഹോൺ അടിക്കില്ല അത്രേ. അത്തരത്തിൽ ഒരുപാട് അപകടങ്ങൾ അവിടെ പറ്റിയിട്ടുണ്ടെന്നാ പറയുന്നത്. ഈ പറ്റിയതൊക്കെ മിക്കവാറും ഉള്ളവർ കേരളത്തിലുള്ളവർ തന്നെയാണ്. കാരണം ഇതൊക്കെ നമ്മളെ മലയാളികളുടെ ഹാബിറ്റ് ആണല്ലോ കൂടുതലായിട്ട്. കണ്ട കാഴ്ചകളും സ്ഥലങ്ങളും ഒക്കെ തന്നെയാണെങ്കിലും പുറത്തോട്ട് നോക്കിയിരിക്കുമ്പോൾ പ്രത്യേക ഒരു സുഖമാണ്. കാരണം ഇവിടെ അത്രയും നീറ്റായിട്ട് അത്രയും ഡിസിപ്ലിൻ ആയിട്ട് അവരുടെ ഓരോ കാര്യങ്ങൾ കാണാനായിട്ടും പ്രത്യേക ഒരു രസം തന്നെയുണ്ട്. 2 ദിവസമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന യാത്രയാണെങ്കിലും ഇവിടുന്ന് പ്രത്യേകിച്ച് ആർക്കും അധികം ക്ഷീണമൊന്നും കാണുന്നില്ല കേട്ടോ. കാരണം പലവരും ഇവിടെ പുതിയതായിട്ട് വരുന്നവരായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആകെ 5 ദിവസമാണുള്ളത്. അത്രമാത്രം കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. ഇനി ഇപ്പൊ നമ്മൾ പോണ സ്ഥലത്തിനെ പറ്റി പറഞ്ഞുതരാം. ഇപ്പൊ പോണത് തായ്ലാന്റിലെ കൊളോസിയം ഷോ കാണാൻ വേണ്ടിയിട്ടാണ്. ഈ തായ്ലാന്റിലെ കൊളോസിയം ഷോ എന്ന് പറയുന്നത് പട്ടായയിൽ റോമൻ കൊളോസിയം പോലെയൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു തിയേറ്ററിൽ വെച്ച് നടക്കുന്ന ശരിക്കും പറഞ്ഞ ഒരു ക്യാബറേ ഷോയാണ്. ഞാനിങ്ങനെ മലയാളത്തിൽ പരത്തി എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് തോന്നും വളരെ വൾഗർ ആയിട്ടുള്ള എന്തോ ഒരു സാധനമാണെന്ന്. അങ്ങനെയൊന്നല്ല കേട്ടോ. ഈ ഷോ എന്ന് പറയുന്നത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. പട്ടായയിൽ എത്തുന്ന മിക്കവാറും എല്ലാവരും വിസിറ്റ് ചെയ്യുന്ന ഒരു ഷോ കൂടിയാണ്. ഇപ്പതാ നമ്മൾ ആ തിയേറ്ററിന്റെ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ കാഴ്ചയിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടാവും. കാരണം ഇതിന്റെ ഡിസൈൻ ഇപ്പത്തെ ശരിക്കും റോമൻ കൊളോസിയത്തിന്റെ ഒക്കെ പോലെ തന്നെ ഉണ്ട്. നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൽ നിന്ന് ഏകദേശം 13 ബസ്സുകൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഒരു ലാസ്റ്റത്തെ ബസ്സൊക്കെ തന്നെയാണ്. പോരുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം കറക്റ്റ് സമയത്ത് ഷോ തുടങ്ങും. ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതവർ മൈൻഡേ ചെയ്യില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അതാ ഷോ തുടങ്ങുന്ന സ്ഥലത്തേക്കുള്ള ഒരു ഓട്ടമാണ് ഇവിടെ കാണുന്നത്. എന്തെങ്കിലും നമുക്ക് മിസ്സാവുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോ അവിടെ ചെന്നിട്ട് സീറ്റൊക്കെ കണ്ടുപിടിച്ചിരിക്കുമ്പോഴത്തേനും കുറച്ച് നേരമാവും. അതുകൊണ്ടാണ് ഇറങ്ങി ഓടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായിട്ടുണ്ട് എത്രമാത്രം തിരക്ക് ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവുന്നത്. നമ്മൾ തിയേറ്ററിന്റെ ഉള്ളിലേക്ക് പോണ വഴികളാണ് ഇപ്പൊ ഈ കാണുന്നതൊക്കെ. ഞങ്ങൾ എന്തായാലും ചെന്നിരുന്ന് സീറ്റൊക്കെ ഒന്ന് റെഡി ആക്കി വരുമ്പോഴേക്ക് ഇതവിടെ ഷോ തുടങ്ങിയിട്ടുണ്ട്. ഇതിവിടെ പാട്ട് ഇവിടെ ഇടാൻ ഒരു മാർഗ്ഗമില്ല, കാരണം കോപ്പിറൈറ്റ് വരും. പക്ഷെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അത്രയും ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇവരുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവരുടെ ഡ്രസ്സുകളും അതുപോലെ തന്നെ ആ സ്റ്റേജിന്റെ ഡിസൈനും പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലൈറ്റിങ്ങും സൗണ്ട് സിസ്റ്റം ഒക്കെ തന്നെയാണ് കേട്ടോ. തിയേറ്ററിന്റെ ഉള്ളത്തെ സീറ്റിംഗ് അറേഞ്ച്മെന്റും വളരെ സ്പെഷ്യൽ ആയിരുന്നു. കാരണം നമ്മുടെ നാട്ടിലേക്ക് സ്റ്റേഡിയത്തിന്റെ ഒക്കെ ഒരു ഏകദേശം രൂപത്തിലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. സ്റ്റേജ് താഴെയും നമ്മളെ സീറ്റുകളൊക്കെ മുകളിലായിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് മുന്നിൽ ഒരാൾ വന്നിരുന്നു കഴിഞ്ഞാലും താഴേക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഓരോ പ്രോഗ്രാമിനും ഓരോ തീമും ഉണ്ടായിരുന്നു. ഏകദേശം 16 സെഗ്മെന്റുകളൊക്കെ ആയിട്ടാണ് ഈ ഷോ നടന്നിട്ടുണ്ടായിരുന്നത്. ഡാൻസിന്റെ കൂടെ തന്നെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളതാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന സംഭവങ്ങൾ. ഈ ഷോയിലെ ഓരോ സംഭവങ്ങളും വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ലൈറ്റ് ആൻഡ് സൗണ്ട് സിസ്റ്റവും അതുപോലെ തന്നെ ഹൈഡ്രോളിക് സ്റ്റേജ് സിസ്റ്റങ്ങളും പിന്നെ എന്താ പറയാ അത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ള തീമും എല്ലാം കൊണ്ടും തന്നെ ഭയങ്കര രസമായിരുന്നു. അങ്ങനെ ഷോ ഒക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തെത്തുമ്പോൾ നമ്മളെ കൂടെ തന്നെ ആ സ്റ്റേജിൽ ഇത്ര നേരം പെർഫോം ചെയ്തിരുന്ന എല്ലാ ആർട്ടിസ്റ്റുകളും പുറത്തുണ്ട് കേട്ടോ. നമ്മൾ ശരിക്കും പറഞ്ഞില്ലേ, കഥകളും സിനിമകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിലത്തെ സംഭവങ്ങളൊക്കെ പുറത്തേക്ക് ഇറങ്ങി വരുന്ന അതേ ഒരു പ്രതീതി. പിന്നെ ഇവരുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും, വെറുതെ പോകാൻ പറ്റില്ല. അവർക്ക് നമ്മൾ പൈസയും കൊടുക്കണം. ഇനിയിപ്പോ നേരെ ഫുഡ് കഴിക്കാനായിട്ടാണ് പോണത്. തിയേറ്ററിന്റെ അടുത്ത് തന്നെയാണ് നമുക്ക് രാത്രിക്കുള്ള ഫുഡും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോ നേരെ അങ്ങോട്ടേക്ക് പോവാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ കൂടെ വന്ന പല ആൾക്കാരിനെ നമ്മൾ കാണുന്നത്. കാരണം പലവരും പല ഹോട്ടലുകളിലായിട്ടാണ് താമസിക്കുന്നത്. അത്യാവശ്യത്തിലധികം വിശപ്പുണ്ടായത് കൊണ്ട് തന്നെ ഞാനും മാമിയും ആദ്യം തന്നെ ക്യൂവിൽ ഇത് തിരക്കി നിന്നിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയാൻ, നമ്മൾ ഫുഡ് കഴിക്കാൻ പോയ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇവിടെ സ്പെഷ്യൽ ആയിട്ട് ഒരു കൗണ്ടറും കൂടി ഉണ്ട്. കാരണം അത് ഡ്രിങ്ക്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഫുഡൊക്കെ കഴിച്ച് ഇനി നേരിട്ട് ഹോട്ടലിലേക്ക് പോവാണ്. ഒരു വട്ടം കൂടി ഇതാ ഇതിന്റെ ഫ്രണ്ട് സൈഡൊക്കെ കാണാനുള്ള ഒരു സമയമാണ് കേട്ടാ. തിരിച്ചു പോണ യാത്രയിൽ ഇനിയിപ്പോ നിങ്ങൾ കാണാൻ പോണത് നേരത്തെ നമ്മൾ വരുമ്പോൾ കണ്ട സ്ഥലങ്ങളും കാഴ്ചകളും ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് അതൊന്നും ഞാൻ മെയിൻ ആയിട്ട് എടുത്ത് കാണിക്കണില്ല. ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞത് കൊണ്ട് എന്തായാലും ഒരു ഉറക്കം ഇനി നിർബന്ധമാണ്. പക്ഷെ അവിടെ എത്തുന്ന വരെ കാഴ്ചകളൊന്നും മിസ്സാക്കാനും പറ്റില്ല. പോരാത്തതിന് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിന്റെ അടുത്തായിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് എല്ലാതും കാണുകയും വേണം. പട്ടായയിൽ എത്തിക്കഴിഞ്ഞാൽ വാക്കിംഗ് സ്ട്രീറ്റ് വിസിറ്റ് ചെയ്യാത്ത ഒരാളും ഉണ്ടാവില്ല. നമ്മളിപ്പോ വന്നത് അതിന്റെയൊക്കെ ഫ്രണ്ട് കൂടിയാണ് കേട്ടോ. ഇപ്പൊ ലാസ്റ്റ് നമ്മൾ നമ്മുടെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ സമയം ഏകദേശം ഒരു 11 മണി കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ 7 മണിയാവുമ്പോഴേക്കും നമുക്ക് പുറത്തെത്തുകയും വേണം. കാരണം അപ്പോഴാണ് ഇനി അടുത്ത കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ബസ് എടുക്കുന്നത്. പോരാത്തതിന് ഇന്ന് രാത്രി നമുക്ക് ഇവിടെ ചുറ്റുമൊക്കെ കറങ്ങുകയും വേണം. അപ്പൊ ബാക്കി ഭാഗങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.